അതുകൊണ്ട് നല്ല നല്ല പാചകക്കാരെ വേണം ക്ഷണിക്കാനായിട്ട്. മഹാരാജാവ് ഒരു കുറവും വരുത്താണ്ടായിട്ടില്ല. എന്താ ആക്ഷേപം ഉണ്ടാവാൻ പാടില്ല. പഴയടം വേണോ പുതിയടം വേണോ, പഴയടത്തേക്ക് പോകണോ പുതിയടത്തേക്ക് പോകണോ, അങ്ങനെ ആക്ഷേപമൊന്നും പാടില്ല. നല്ല ഒരാളെ യോജിക്കാൻ തീരുമാനിച്ചപ്പോ നല്ല നല്ല പാചകക്കാരിയെ ക്ഷണിക്കാണ്ടായിരിക്കുന്നത്. പാചകക്കാര് നേരാവണ്ണായി, വളപ്പിലുകാരെ നേരാവണ്ണായി ഇല്ലാച്ചാലോ. ശുചിത്വം ഇല്ലാത്ത ശ്രീത്വം ഇല്ലാത്ത വളപ്പിലുകാരുണ്ട്. അവര് വളർന്നാൻ പുറപ്പെട്ട അല്ല എത്ര കാലമായി കണ്ടട്ടാ. എന്താ സുഖം നിനക്ക്? എന്താ വേണ്ടത്? 2 10 പേര് ആവാതെ കയ്യിൽ എടുക്കണ. അതേപോലെയാണ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു പോകുന്ന കൂട്ടരുണ്ട്. പുറപ്പെട്ടു. ഓ അധിക നേരമൊന്നും അവിടെ ഇരിക്കില്ല എന്ന് എനിക്ക് നിശ്ചയമുണ്ട്. ഇവിടെ വിസ്തരിച്ചൊരു ഇല വെക്കാന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെ വിസ്തരിച്ച് കഴിക്കാൻ വേണ്ടിട്ട് ഇരിക്കുമ്പോ വിളിച്ചു പറഞ്ഞുകൊണ്ട് പുറപ്പാടാവും. ശരി 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 എരിശ്ശേരി വേണം നിരീക്ഷിച്ച ശിരസ് നിവർത്തി നോക്കുമ്പോഴേക്കും അവൻ പന്നിയുടെ അറ്റത്തെത്തിണ്ടാവും. അവന് കൊടുക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. ഇപ്പോ സദ്യക്ക് പോയി കഴിഞ്ഞാൽ സ്വസ്ഥായിട്ട് കഴിക്കാനൊന്നും സാധിക്കില്ല. എന്താ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നില് വേറൊരു വിധം നിൽക്കണ്ടാവും. വെളിക്കണില്ലേ? വെളിച്ചിട്ട് പണി ഇരിക്കാനായിട്ട് അവനാണെങ്കിൽ ഇലയിൽ കമന്ന് കിടക്കുക. ആ 1ാം പായസം ചെലുത്തി 2ാം പായസം എന്ന് പറയുമ്പോഴേക്കും ഇല എടുത്തോണ്ട് പോകും. അതുകൊണ്ട് അപ്പൊ അങ്ങനെ സ്വസ്ഥായിട്ടൊന്നും ഇരിക്കാൻ സാധിക്കില്ല. അങ്ങനെയൊന്നും പാടില്ല. ഒരു കുറവും വരുത്താൻ പാടില്ല. ഒരു കുറവും വരുത്താൻ പാടില്ല എന്ന് മാത്രല്ല, അസ്മാദികള് ആ ചോറ് സാമ്പാറിൽ അറടിച്ച് കുപ്പയിൽ ഉപ്പിലിട്ടതൊക്കെ വെച്ച് കൂട്ടുകറി 1ാം തരായിട്ടാ. ഇവിടത്തെ കാര്യമില്ല കേട്ടോ. നമ്മുടെ ശ്രാദ്ധത്തിനൊരിക്കലും കൂടെ ഉണ്ടാക്കി അവിടെ കെങ്കേമായിട്ടുണ്ട്. ശ്രാദ്ധം എന്നൊന്നും പറഞ്ഞപ്പോഴുള്ള ആളുകൾക്ക് വശം ഉണ്ടാവില്ല കേട്ടോ. ശ്രാദ്ധം ലോഭിച്ചാണ് ചാത്തായി മാറിയത്. അപ്പൊ ചാത്തം എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ, ശ്രാദ്ധം എന്നൊന്നും പറഞ്ഞാൽ അറിയില്ല. അവിടെ കെങ്കേമായിട്ടാ. ഇവിടെ ഒരു പാകത്തിനായി എന്ന് പറയാം. അത്രല്ലേ ഭക്ഷണ നേരത്തുള്ള കോലാഹലങ്ങൾ ഒരു ഭാഗത്ത്. രാജധാനിയിലെ വിശേഷങ്ങൾ ഞാൻ വിസ്തരിച്ച് തുടങ്ങിയിട്ടുള്ളൂ. ഒരു ഭാഗത്ത് മേളണ്ട, ഒരു ഭാഗത്ത് കച്ചേരി ഉണ്ട്, ഒരു ഭാഗത്ത് ഗംഭീരമായിട്ടുള്ള ഭക്ഷണം ഉണ്ട്. മറ്റൊരു ഭാഗത്താകട്ടെ ഗംഭീരന്മാരായിരിക്കുന്ന കുംഭീശ്വരന്മാരുടെ പ്രധ്വാനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു രാജധാനി. നല്ല നല്ല ആനകളെ എഴുന്നള്ളത്തിനായിട്ട് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ആനക്കമ്പക്കാര് എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്. അവര് പുറപ്പെട്ടു. രസാട്ടോ അവര്. അവർക്ക് ആനയുടെ പിണ്ട കണ്ടാ മനസ്സിലാക്കാം ഇത് ഏത് ആനയാണ്, ഇത് ഇന്ന ആനയാണ് കണ്ടാ മനസ്സിലാക്കാം അവർക്ക്. അവരെ അവിടെ നിന്ന് പുറപ്പെട്ടു എന്ന് മാത്രമല്ല, ആനക്കമ്പക്കാര് ഒരു ദിശയിലൂടെ പുറപ്പെട്ടാൽ ആന വേണ്ട എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടരുണ്ട്. അവര് പുറപ്പെട്ടിട്ടുണ്ട്. ഇവര് തമ്മിൽ അപ്പൊ തർക്കം മുഴുവന് ആന വേണം ആന വേണ്ട ഇങ്ങനെ തർക്കിക്കാൻ വേണ്ടിയിട്ട് ചിലര് പുറപ്പെട്ടിട്ടുണ്ട്. ആനക്കമ്പക്കാരാകട്ടെ 1ാം തരം തലപ്പൊക്കമുള്ള ആനയാണ്. കേമായുള്ള ഇതിനെ എഴുന്നള്ളിക്കാം. ഇതും തലപ്പൊക്കമുള്ള ആനയാണ്. കുട്ടിയാനകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല 1ാം തരം കുട്ടിയാനകളാ. ഇത് കേട്ടോ ഈ കുട്ടിയാന. അവിടുത്തെ ഇരിക്കുന്ന ഞാൻ ഇരിക്കണം. ഞങ്ങളുടെ ഇനിയാണ് കേട്ടോ. ഇങ്ങനെ ഉത്സവോദയ മഹാഘോഷ കഥം കഥ്യതേ. എപ്രകാരം ഇത് കഥിക്കേണ്ടൂന്ന് നിശ്ചയ അത്ര കേമാണ്. എന്നാൽ ഇത് കാണാനും കേൾക്കാനും ആരുമില്ല എന്ന് വന്നാലോ ഉത്സവം മോശമായി എന്ന് പറയും. അതിന് ഇട കൊടുക്കാൻ പാടില്ല എന്ന് കരുതിയിട്ട് ജഗൽപ്രസിദ്ധന്മാരെല്ലാവരും ക്ഷണിക്കേണ്ടായിട്ടാ. എന്നാൽ ആരൊക്കെയാ ക്ഷണിച്ചിരിക്കുന്നത്, ആരൊക്കെയാ അവിടെ നിങ്ങോട്ട് പുറപ്പെട്ടത് എന്നാണെങ്കിലോ ശല്യര്. ഒരു ശല്യമില്ല അദ്ദേഹത്തിനെ കൊണ്ട്. പേര് ശല്യര എന്നാണ്. ശല്യര് പുറപ്പെട്ടുണ്ട്. വേളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നാലും വിഷയമില്ല. ഒന്ന് വില്ല് കൊലപ്പിക്കാൻ തിരിച്ചിട്ട് പുറപ്പെട്ടിരിക്കുകയാണ്. ഇതാരാണ്? അത് ശിശുപാലൻ പുറപ്പെട്ടിട്ടുണ്ട്. ജരാസന്ധം പുറപ്പെട്ടിട്ടുണ്ട്.
ഇതാരാ രണ്ടുപേര്? അത് കർണനും ദുര്യോധനും രണ്ടുപേരും സഖാക്കന്മാരാണ്. എവിടെ പോയാലും ഒരുമിച്ചേ പുറപ്പെടുള്ളൂ. എന്താ? സഖാക്കന്മാര് സംഘടിച്ചാൽ ശക്തി കൂടും, സഖാക്കന്മാര് വിഘടിച്ചാൽ ശക്തി ക്ഷയിക്കും. അതുകൊണ്ട് സഖാക്കന്മാർക്ക് എപ്പോഴും സഹകരണം വേണം എന്നാണ് കേൾക്കണ്ടായിരിക്കുന്നത്. സഹകരണം കൊണ്ടാണ് ഇപ്പൊ അപകടമായിരിക്കുന്നത് സഖാക്കന്മാര്. എന്നാൽ കർണനും ദുര്യോധനും എവിടെ പോയാലും രണ്ടുപേരും ഒരുമിച്ചേ പുറപ്പെടുള്ളൂ. അവർ രണ്ടുപേരും പുറപ്പെടാണ്ടായിട്ടുണ്ട്. ഈ സമയം ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനാകട്ടെ സത്യഭാമായുക്തനായിട്ടാണ് പുറപ്പെട്ടത്. അതെന്താ? ഭഗവാൻ ഭാമയുടെ കൂടെ വിരണ്ടായതാണെങ്കിൽ ഭാമയെ ഭഗവാൻ അവിടെ അങ്ങനെ വിളിച്ചു. ഭാമേ, ഭാമേ, എന്താ ഭർത്താവ്, എന്താ വിശേഷിച്ച? അല്ല, ഞാനൊരു സ്ഥലം വരെ പുറപ്പെടാമെന്ന് അങ്ങനെ കരുതിയിരുന്നു. എവിടേക്കാ പോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അല്ല, വിശേഷിച്ചൊന്നുമില്ല എന്ന് പറയായിരുന്നു. എന്താ? എങ്ങടാ പുറപ്പെടണമെന്ന് പറഞ്ഞാൽ അപകട. സ്വതവേ സ്ത്രീകളെ ഒരു ദിക്കിലേക്ക് പുറപ്പെടണം എന്നുണ്ടാച്ചാൽ 2 ദിവസം കാലേ കൂട്ടിയെ പറയണേ. എന്താ വൈഷമ്യം? വേഷം കെട്ടാൻ അകത്ത് കയറി ആ വാതിൽ അങ്ങോട്ട് അടച്ചാൽ പിന്നെ ഉച്ചപൂജയ്ക്ക് നടയുടെ തോണ. എപ്പോഴാ അത് തുറക്കാന്നുള്ളത് പറയാൻ സാധ്യമല്ല. എങ്ങടാ പുറപ്പെടാനില്ലേ? അതാ പാഞ്ചാല രാജധാനിയിലേക്കൊന്ന് പുറപ്പെടാന്ന് കരുതിയിരുന്നു. എന്താ അവിടെ വിശേഷിച്ച? വിശേഷിച്ചൊന്നുമില്ല. എന്തോ കള്ളത്തരം ചത്ര ഉത്സാഹം വേറെ ഒരു കാര്യത്തിനും പതിവില്ല. പറയൂ, എന്താ അവിടെ വിശേഷിച്ച? അവിടെ പാഞ്ചാലിയുടെ സ്വയംവരാണ്. എനിക്ക് തോന്നിയിരിക്കുന്നു ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവണം. ചിത്ര ഉത്സാഹം വേറെ ഒരു കാര്യത്തിനും പതിവില്ല. ഒറ്റയ്ക്ക് പുറപ്പെടണ്ട, ഞാനുണ്ട്. ഒറ്റയ്ക്ക് വേണ്ട, ഞാനുണ്ടെന്ന. അതെന്താ ഭാമി? സ്വതവേ ഞാൻ ഒറ്റയ്ക്കല്ലേ പുറപ്പെടാറ്. ശരി തന്നെയാണ്, ഒറ്റയ്ക്ക് തന്നെയാണ് പുറപ്പെടാറുള്ളത്. ഇന്നയാളുടെ വേളി ഉണ്ടാന്ന് പറഞ്ഞ ഇവിടെ നിന്ന് ഇറങ്ങും. തിരിച്ചു വരുമ്പോഴാവും ഭാമേ ഒരാളും കൂടെ ഉണ്ട്. ഇത് സ്ഥിരം പതിവായിണ്ട. 16,000 കഴിഞ്ഞു, എന്നിട്ടും നിർത്താറായില്ല. ഭാമി, ഇതാ എനിക്ക് വേളി കഴിക്കാനല്ല, അർജുനന് വേളി കഴിപ്പിച്ചു കൊടുക്കാൻ ഇതൊക്കെ പറഞ്ഞിട്ടാ അവിടെ നിങ്ങൾ പുറപ്പെടാം. അവിടെ ചെന്ന് ആ വേളി മുടക്കിയിട്ട് അങ്ങോട്ട് വരുള്ളൂ. ഞാനും ഉണ്ട് കൂടെ എന്ന് പറഞ്ഞ് സത്യഭാമായുക്തനായിട്ട് ഭഗവാൻ പുറപ്പെട്ടു. ആ ഭഗവാന്റെ കേശാദിപാദം പാദാദികേശം കണ്ടു വന്ദിക്കുവാനായിട്ട് അസംഖ്യം സന്യാസി വൈദ്യന്മാര് ബ്രാഹ്മണാദികളാ അനവധി പേര് അവിടെ നിന്നോട് പുറപ്പെട്ടു എന്ന് മാത്രമല്ല, കൃഷ്ണധുന്നനാകട്ടെ ഇവരെ എല്ലാവരെയും അവരവരുടെ രീതിക്കനുസരിച്ച് സൽക്കരിച്ച് സ്വീകരിച്ച് അവിടെ അങ്ങനെ ഇരുത്തി. ഇങ്ങനെ എല്ലാവരെയും അവരവരുടെ രീതിക്കനുസരിച്ച് ക്ഷണിച്ച് അവിടെ അങ്ങനെ ഇരുത്തിയെന്ന് മാത്രമല്ല, പാഞ്ചാലിയെ ഒരു മൂടുപടം അങ്ങനെ അണിയിച്ചിട്ട് രാജധാനിയിലേക്ക് അങ്ങനെ അണയിച്ചു കൊണ്ടുവന്നു. ഇത് കണ്ടില്ലേ ബ്രാഹ്മണരെ രാജാക്കന്മാരാകട്ടെ, എടോ കന്യകയെ ഒരു നോക്ക് കാണാം. പാഞ്ചാലി അതിസുന്ദരിയാണെന്നൊക്കെ കേൾക്കണ്ടായിട്ടുണ്ട്. പാഞ്ചാലി ഒന്ന് കാണാൻ നിരീക്ഷിച്ചിട്ടാണ് ഇത്രയുടെ വിരയുണ്ടായത്. അപ്പൊ നോക്കിയപ്പോഴാണ് പാഞ്ചാലിയെ ഒരു മൂടുപടം അണിയിച്ചിട്ടാ കൊണ്ടുവരണത്. വില്ല് കൊലപ്പിക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല, വില്ല് പോലെ ഇരിക്കണത്. എന്നാലും വൈഷമ്യമില്ല. ഒന്ന് അത്രയുടെ വരെ പോവാൻ നിരീക്ഷിച്ച അവിടെ വന്ന് കണ്ടപ്പോ മൂടുപടം അണിയിച്ച് കൊണ്ടുവരിച്ചിരിക്കണു. ഇനിയിപ്പൊ എന്താ ചെയ്യാ? അതൊക്കെ കിടന്ന് തിരിയണ്ട. അവിടെ ഇരിക്കുകയും ചെയ്തു, എണീക്കാനും വയ്യ. അപകടാമെന്ന് കരുതണ്ടായില്ല. അവിടെ ഇരുന്നു. ഇനിയിപ്പൊ എന്താ വേണ്ടതാ? പൊയ്ക്കളയാണ്ടേ? ഇല്ല, പുറപ്പെടാൻ പറ്റേ. എന്താ ഒരു വായണ്ട. പാഞ്ചാലി ഇതിനു മുൻപ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. എന്തിനാ അപ്പൊ മൂടുപടം അങ്ങനെ അണിയിച്ചിരിക്കണത്? അതിപ്പോ അങ്ങനെ ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ടാ. സ്ത്രീകളെ മൂടി സൂക്ഷിക്കണം എന്നൊക്കെ ഉള്ള വിശ്വാസങ്ങളുള്ള കൂട്ടരുണ്ടാ. ആ കൂട്ടത്തിൽ പെട്ടതാന്ന് എനിക്ക് തോന്നുന്നത്. അതൊന്നുമല്ല. പിന്നെയോ കന്യകയ്ക്ക് എന്തോ ചില ന്യൂനതകളുണ്ട്. ന്യൂനതകളോ? അതെ. താൻ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടാവും, പരീക്ഷ, വിവാഹത്തിന് മുൻപ് ഒരു പരീക്ഷ, മൂടുപടം അണിയിച്ചിട്ട് കന്യകയെ കൊണ്ടുവരിക. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോ എന്തോ ചില ന്യൂനതകളുണ്ട്. ഇനി ന്യൂനതകൾ ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കും. എങ്ങനെയാ കേട്ടൂടെ? എങ്ങടാപ്പോ? ഞാൻ വില്ല് വലിപ്പിക്കാൻ. പരമാർത്ഥം അറിഞ്ഞിട്ടാണോ പുറപ്പെട്ടിരിക്കണേ? പരമാർത്ഥോ? എന്ത് പരമാർത്ഥം? ഈ കന്യകയ്ക്ക് ചില ന്യൂനതകൾ ഉണ്ടോ അത്രേ. അതങ്ങനെ ഒരു പരീക്ഷ തീരുമാനിച്ചിരിക്കുന്നത്. എന്താ ന്യൂനത? ഞാൻ അറിഞ്ഞില്ല. പരമാർത്ഥം ഞാൻ മുഖത്ത് നോക്കി പറയും. എന്താന്ന് പറയൂ? പാഞ്ചാല മഹാരാജാവിന്റെ പുത്രിയാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഹോമകുണ്ടത്തന്നല്ലേ കന്യക മുന്തി വന്നത്. അതെ, മുടി മുഴുവൻ കത്തിപ്പോയി. മുടി മുഴുവൻ കത്തിപ്പോയി. മുടില്ല, തീരല്ല.
ഈശ്വര, എന്റെ മഹാഭാഗ്യം എന്നല്ലാതെ എന്താ പറയാ. ഇനിയിപ്പോ വില്ല് വലിപ്പിക്കണ്ടോ? ഉപേക്ഷിച്ചു. വേണ്ടാന്ന് വെച്ചുള്ള പുറപ്പാടാന്നാ തോന്നുന്നത്. ഇനിയിപ്പോ വില്ല് വലിപ്പിക്കൊന്നും വേണ്ട, പുറപ്പെട്ട് കളയാന്ന് തീരുമാനിച്ചപ്പ ഒരു വിദ്വാൻ അവിടെ അങ്ങനെ ഇരിപ്പായി. ഇത് കേട്ടു. അതുണ്ടല്ലേ അപ്പൊ താനും ചെറുത് മനസ്സിലാക്കിണ്ട. ഞാനും ചെറുത് മനസ്സിലാക്കിണ്ട. എന്താ ഈ കന്യക തന്നെ നോക്കുമ്പോൾ തന്റെ പിന്നിലിരിക്കുന്ന ആളെയാണോ നോക്കണേന്ന് തോന്നുന്നു. അങ്ങനെയുണ്ടോ? ഈശ്വര, എന്റെ ഭാഗ്യം എന്നല്ലാതെ എന്താ പറയാ. ഇനി ഞാനും പുറപ്പെടില്ല. ഒരു യുവരാജാവ് അദ്ദേഹം സ്വസ്ഥാനത്തിരിപ്പായി. ഇത് കേട്ടു മറ്റൊരു വിദ്വാൻ. ഞാനും ചെറുത് മനസ്സിലാക്കിണ്ട. എന്താ കന്യകയ്ക്ക് സമ്പാദ്യം ഉണ്ടോ? ഇങ്ങനെ ആരും വില്ല് കൊലപ്പിക്കാൻ വരാതെ കണ്ടായി ഈ ദുഷ്പ്രചരണങ്ങൾ നടത്തി. ഇങ്ങനെ ഉണ്ടോ ചിലര്, ഇവരെ കൊണ്ട് ഒരു പ്രയോജനം ആർക്കുമില്ല. ദുഷ്പ്രചരണങ്ങൾ ഇങ്ങനെ നടത്തുക. അങ്ങനെ ദുഷ്പ്രചരണം നടത്തി ആരും വില്ല് കൊലപ്പിക്കാൻ ഓരോ നിൽക്കുന്നത് അടി വരേണ്ട ആളുകളാ. എവിടുന്നൊക്കെയാണ് അടി വരേണ്ടായിട്ടുള്ളത്? അവരെല്ലാവരും വില്ല് കൊലപ്പിക്കാതെ കണ്ട് അവിടെ നിന്ന് മടങ്ങിയെന്ന് മാത്രമല്ല, ഈ സമയം മഹാരാജാവ് മനസ്സിലാക്കി അണിയിച്ചിരിക്കുന്ന മൂടുപടമാണ് അതിനൊക്കെ കാരണം എന്ന് മനസ്സിലാക്കിയിട്ട് ആ അണിയിച്ചിരിക്കുന്ന മൂടുപടം മാറ്റാനായിട്ട് അവിടെ കൽപ്പന എങ്ങനെ പുറപ്പെടുവിച്ചു. ആ കൽപ്പന എങ്ങനെ കേട്ടതും പാഞ്ചാലി അണിയിച്ചിരിക്കുന്ന മൂടുപടം ദുഷ്ടദ്യുമ്നനാകട്ടെ ശരക്കോലുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ മാറ്റി. മൂടുപടം മാറ്റിയതും രാജാക്കന്മാരാകട്ടെ ഇത്ര സുന്ദരിയായ ഒരു കന്യകയോ? ഈ കന്യകയെ കുറിച്ചിട്ടാണോ ഇങ്ങനെ ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നുണ്ടായത്? കന്യകയുടെ മുഖത്ത് നോക്കിയിട്ട് കണ്ണെടുക്കാൻ സാധിക്കില്ല. കണ്ണെടുത്താൽ അത്ര സമയം നഷ്ട. പാഞ്ചാലിയുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കിയിട്ട് രാജാക്കന്മാരാകട്ടെ ഈ കന്യക എനിക്ക് തന്നെ ഓർപ്പിച്ചു എന്ന് മാത്രമല്ല ഓടി അവിടെ നിന്ന് അങ്ങനെ ഓടി എല്ലാവരും വന്ന് വില്ലില് പിടിക്കാൻ തുടങ്ങി. രാജാക്കന്മാരുടെ എണ്ണത്തിലേ കണക്കില്ലാത്തുള്ളൂ, വില്ലിന്റെ നീളത്തിനൊരു കണക്കുണ്ടേ. വില്ലിന്റെ നീളം കൂടെ കഴിഞ്ഞു എന്ന് മാത്രമല്ല, രാജാക്കന്മാർ ആദ്യം വന്നവര് വില്ലിൽ പിടിച്ചു, അതിനുശേഷം വന്നവര് വില്ലിൽ പിടിച്ചവരുടെ പുറത്ത് കയറി പിടിച്ചു. അങ്ങനെ അവര് കുറെ നേരം അവിടെ അങ്ങനെ തിക്കി തിരക്കി. എടോ, എനിക്ക് ഒരു ആഗ്രഹം ഉണ്ട്, വില്ലിലൊന്ന് പിടിക്കണം. മാറിക്കോക്കട, ഞാനും പിടിച്ചോട്ടെ. ഇങ്ങനെ കുറെ നേരം ഉണ്ടായി ഈ പിടിവിലി. പക്ഷേ വില്ലിലൊരനക്കം പോലും ഉണ്ടായില്ല. ഞാൻ നന്നേ കഷ്ടപ്പെടണ്ടോ ഇവിടെ ഒന്നുകൊണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഇത് പ്രയോഗിക്കാതെ പറഞ്ഞ എളുപ്പമല്ല. അവിടെ എടുത്ത് നിർത്തണ അത്ര എളുപ്പമല്ല. അപ്പൊ എന്താ വേണ്ടത്? ഒരു കാര്യം ചെയ്യാം, നമ്മളെല്ലാവരും കൂടെ ശ്രമിച്ചാൽ ഈ വില്ലെടുക്കാം. നമ്മളെല്ലാവരും കൂടെ വില്ലെടുക്കേ. അപ്പൊ ആർക്കാ കന്യകയെ കിട്ടുക? അങ്ങനെ ചോദിച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും കൂടെ കന്യകയെ കിട്ടും. ആണോ? വില്ലെടുക്കുക. മധ്യത്തിൽ പിടിക്കുക. മധ്യത്തില് തെറ്റിദ്ധരിച്ച് കേൾക്കരുത് കേട്ടോ. മദ്യം എന്നൊന്നും കേൾക്കരുത് ഇതിന്റെ ഇടയ്ക്ക്. മധ്യം സാധ്യമില്ല. ഈ വില്ലെടുക്കാൻ പുറപ്പെട്ടാൽ ഇത് പൊന്തില്ല എന്ന് മാത്രമല്ല, ഇത് എന്റെ നടു പിടിക്കാനായിട്ട് വേറെ ആരെങ്കിലും വിളിക്കേണ്ടി വരും. ഇപ്പൊ എന്താ വേണ്ടത്? പോയി കളയാൻ. അവര് കുറച്ചു പേര് പോയി. അത് കഴിഞ്ഞപ്പോൾ ചിലര് ജഗൽപ്രസിദ്ധന്മാര് പുറപ്പെട്ടു. അവരാകട്ടെ അവര് കന്യകയുടെ മുഖത്തേക്കേ നോക്കുള്ളൂ. എന്താ ഒരു സൗന്ദര്യം, ഇതിനെ കൊണ്ടേ ഞാനിവിടെ നിങ്ങോട്ട് പുറപ്പെടുള്ളൂ. എന്നാ താഴെ അവിടെ വന്ന് നോക്കിയപ്പോൾ ആ വില്ലിന്റെ വലിപ്പം കണ്ടതേ. വലിയ വില്ലൊന്നും ഞാൻ കാണുന്നുണ്ടായിട്ടില്ല ഈ പ്രായത്തില്. എന്തൊക്കെയോ കോട്ടി കാണിക്കുന്നുണ്ട് അവിടെ നിന്ന്. സ്വാധീനിക്കാനുള്ള ശ്രമമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ അങ്ങനെയൊന്നും സ്വാധീനിക്കാൻ സാധ്യമില്ല. രാജാക്കന്മാരാകട്ടെ ആ വില്ലിന്റെ വലിപ്പം അങ്ങനെ കണ്ടതും എങ്ങനെയാണപ്പോ എടുത്തു നിർത്തുക? നേരെ കന്യകയുടെ മുഖത്തേക്ക് നോക്കുമ്പോ അതിസുന്ദരിയായ കന്യക, ഇതിനെ കൊണ്ടേ ഞാൻ പുറപ്പെടുള്ളൂ. എന്നാ താഴേക്ക് നോക്കുമ്പോ സുന്ദരിയായ കന്യക, വലിയ വില്ല. കുറെ നേരം ഉണ്ടായി കൊട്ടി കാണിക്കില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരും മാറി കഴിഞ്ഞപ്പോൾ വേറെ ചിലര് പുറപ്പെട്ടു. ആദ്യം പുറപ്പെട്ടത് ശിശുപാലന.